അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾക്കുള്ള റിപ്ലൈസ് ആണ്. എല്ലാ കമൻറ്റും എനിക്ക് ടൈപ്പ് ചെയ്ത് റിപ്ലൈ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റെല്ലാം വായിച്ചു വീണതിന് റിപ്ലൈ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കുക. ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് ടാബിലെ സൈഡിൽ കണ്ടത്, ലെഫ്റ്റ് സൈഡിൽ ഷോപ്പിംഗ് ടാബിൽ കുറച്ച് നമ്മുടെ സ്കൂട്ടേഴ്സിനും മോട്ടോർ സൈക്കിൾസിനും പറ്റിയ അടിപൊളി ആക്സസറീസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണ്. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ, ടൂ വീലർ വർക്ക്ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മെക്കാനിക്സ് ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. അതിലൊരു 90% ആക്സസറീസ് നമുക്ക് തന്നെ ഇപ്പം നിങ്ങൾ ഓണേഴ്സിന് തന്നെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇലക്ട്രിക്കലായിട്ട് വരുന്ന കാറിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെക്കാനിക്സിനെ കാണിച്ചു ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫിറ്റ് ചെയ്ത് ചെറിയ 100 രൂപ 50 രൂപയൊക്കെ മേടിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കമൻസ് ആണ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത്, കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കമൻസിന്. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു 12 മണിക്കൂർ മുമ്പ് ചെയ്തത് യമഹ സർവീസ് എങ്ങനെയുണ്ട്, നല്ല സർവീസ് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. യമഹയുടെ സർവീസ് അടിപൊളി സർവീസാണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ എന്താ പറയുക, ഡീലർഷിപ്പ് ടു ഡീലർഷിപ്പ് ചേഞ്ച് ചെയ്യാറുണ്ട്. എന്നാലും കോമൺലി മെയിനായിട്ട് പറയുമ്പോൾ എല്ലാ സർവീസ് സെൻ്ററിലും നല്ല അടിപൊളി സർവീസ് തന്നെ കിട്ടുന്നത്. യമഹയുടെ പാർട്സ് എല്ലാം നല്ല ഡ്യൂറബിൾ ആണ്, നിങ്ങൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടിയൊന്നും വരില്ല. അപ്പോൾ എന്തായാലും യമഹയുടെ വണ്ടികൾ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ മറ്റു ബ്രാൻഡിലേക്ക് പോകാറുമില്ല. അപ്പോൾ എന്തായാലും നല്ല സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വേറെ എന്താ, ഡിയോ 110cc വണ്ടിയിൽ മൊബൈൽ ചാർജിങ് കേബിൾ ഉണ്ടോ? ചാർജിങ് കേബിൾ ഒരു വണ്ടിക്കും വന്നില്ല. ചാർജ് ചെയ്യാനുള്ള പോർട്ടായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ചേക്കുന്നത്. ചാർജ് ചെയ്യാനുള്ള പോർട്ട് നമ്മുടെ ഡിയോ 110 മോഡലിൽ ചാർജിങ് പോർട്ട് ഇല്ല, ചാർജിങ് പോർട്ട് വന്നില്ല. സുസുക്കി ആക്സസ് 125ൻ്റെ പുതിയ വീഡിയോ നമുക്ക് ചെയ്യാം. വണ്ടി ഇവിടെ ഷോറൂമിൽ, നമ്മളിവിടെ നിയറസ്റ്റ് ഷോറൂം ഉണ്ടായിരുന്നു, അത് അടച്ചു പോയി, ഡീലർഷിപ്പ് കൂട്ടിപ്പോയി. പുതിയ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യാം. ബുള്ളറ്റിൻ്റെ മൈലേജ്, ബുള്ളറ്റ് 350 മൈലേജ് നിങ്ങൾക്കറിയാമല്ലോ, ഒരു 40 to 50 km/ലിറ്റർ അടിയും കിട്ടുക. ഓൺ റോഡ് പ്രൈസ് പൾസർ 150, അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോയുടെ താഴെ ഇട്ടേക്കുന്ന കമൻ്റ് ആണെങ്കിൽ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ 99% വീഡിയോസിൻ്റെയും ലാസ്റ്റിൽ ഞാൻ വണ്ടിയുടെ പ്രൈസ്, ഓൺ റോഡ് പ്രൈസ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ ആ വണ്ടിയുടെ പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എക്സ്പൾസ് 200 4V വീഡിയോയിൽ അതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എക്സ്പൾസിൽ ശരിക്കും ട്യൂബ്ലെസ് ടയർ ഒന്നും വന്നില്ല, ട്യൂബിയുടെ ടയറാണ് വന്നത്. സ്പോക്ക് വീല് വന്നുകൊണ്ട് ട്യൂബുള്ള ടയറാണ് വന്നത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ട്യൂബ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഭാഗത്ത് മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എക്സ്പൾസ് വണ്ടികൾക്കെല്ലാം ട്യൂബിയുടെ ടയറാണ്, ടയറും ട്യൂബും കൂടിയാണ് വന്നത്. ഫസീലോ താറാവണ്ടി എന്ന് പലരും പറയുന്നുണ്ട്, അതുപോലത്തെ ഒരു അഭിപ്രായം. മൈലേജ്, ഫസീലോൻ്റെ മൈലേജ് നിങ്ങൾക്കൊരു 65 to 70 മൈലേജ് കിട്ടുന്നതാണ് ഹൈബ്രിഡിന്. പിന്നെ വേറെതാ, പാഷൻ പ്ലസ് അടിപൊളി വണ്ടിയാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പാഷൻ പ്ലസ് നല്ല വണ്ടി തന്നെയാണ്. പിന്നെ MT15 V2ൻ്റെ വീഡിയോയിൽ ഞാൻ V1ന് ടെലസ്കോപ്പിക്ക് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, V2ൽ പുതിയതായിട്ട് ടെലസ്കോപ്പിക് കൊണ്ടുവന്നു പറഞ്ഞു. അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ശരിക്കും V1നും V2നും ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെ വരുന്നുണ്ട്. കാരണം ഫ്രണ്ട് ബൈക്ക് ആയതുകൊണ്ട് ടെലസ്കോപ്പിക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് എന്ന് വിചാരിച്ചു. 2025 TVS റേഡിയോണും പ്ലാറ്റിനയും തമ്മിൽ കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. പ്ലാറ്റിന 110cc ആണ്, റേഡിയോ 125 ആണ്. അതിനൊരു വ്യത്യാസം കാണും, പെർഫോമൻസിലൊക്കെ ഉണ്ടാവും. പിന്നെന്ന് വെച്ചാൽ റേഡിയോൻ്റെ പാർട്സ് കൂടുതലും TVSൻ്റെ ഷോറൂമിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക. കാരണം പുതിയ മോഡൽ വണ്ടിയായതുകൊണ്ട് ആഫ്റ്റർ മാർക്കറ്റ് നമ്മുടെ സ്പെയർ പാർട്സ് ഷോപ്പുകളിൽ കോമൺലി കുറവാണ് അവരെടുത്ത് വെക്കാനായിട്ട്. TVSൻ്റെ ഷോറൂമിൽ തന്നെ മേടിക്കേണ്ടി വരും. പക്ഷേ കമ്പാരിറ്റീവ്ലി പ്ലാറ്റിനയുടെ പാർട്സ് എല്ലാ സ്പെയർ പാർട്സ് ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സ്പെയർ പാർട്സ് ഷോപ്പ് ആകുമ്പോൾ ബജാജിൻ്റെ തന്നെ ആവണമെന്നില്ല, ബജാജിൻ്റെയും കിട്ടും, ആഫ്റ്റർ മാർക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ചീപ്പറായിട്ട് ആളുകൾക്ക് തോന്നുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് മേടിച്ചിട്ടുമ്പോഴാണ് കുറച്ചുകൂടി പൈസ കുറവായിട്ട് തോന്നുന്നത്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്പർ കിട്ടണമെങ്കിൽ TVSൻ്റെ സ്പെയർ കിട്ടണമെങ്കിൽ കൂടുതൽ ഷോറൂം തന്നെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. വേറെന്താ, പ്രൈസ് ചോദിച്ച് കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രൈസ് മിക്കവാറും എല്ലാ വീഡിയോൻ്റെ അവസാനം എൻഡിലുണ്ടാവും. അവസാനത്തെ ഒരു മിനിറ്റിനുള്ളിൽ പ്രൈസ് പറയുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. പ്രൈസ് നിങ്ങൾ 2024 ബജാജ് അവഞ്ചർ ക്രൂസ് 220 സ്പെയർ കിട്ടാനും, അവഞ്ചറിൻ്റെ സ്പെയർ മേടിക്കണമെങ്കിൽ നമുക്ക് ബജാജിൻ്റെ ഡീലർഷിപ്പിൽ നിന്ന് മേടിക്കേണ്ടി വരും. പുറത്ത് ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കില്ല. ചില പാർട്സൊക്കെ ഓർഡർ ചെയ്ത് വരുത്തേണ്ടി വരും. അത് ശരിയാണ്, കാരണം വണ്ടി കുറച്ചെല്ലാം ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്പെയർ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. TVS Sport 110 ട്യൂബ്ലെസ് ടയർ ഇല്ലാന്ന് കോസ്റ്റ് റിഡക്ഷൻ ആയിട്ട് കമ്പനി ചെയ്യുന്നതായിരിക്കും. വിലയും അല്ലല്ലോ, 80 രൂപ താഴേക്കുള്ള റേറ്റ് വേണുള്ളൂ. ഒരുപാട് ചോദിച്ചു ടി വി എസ് സ്പോർട്ട് 110 ആണോ
ബജാജ് പ്ലാറ്റിന ആണ് ഡ്രൈവിംഗ് കംഫർട്ട് എന്ന്. ഞാൻ ബജാജ് പ്ലാറ്റിന ഒരുപാട് ഓടിച്ചിട്ടുള്ളതാണ്. ബജാജ് പ്ലാറ്റിന കംഫർട്ടബിൾ ഒക്കെയാണ്, പക്ഷെ ഒരു ഹൽക്കി ഫീലിംഗ് ആണ്, കുറച്ച് വെയിറ്റ് ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക്, കനവില്ലാത്ത വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സ്പോർട്ട് കുറച്ചുകൂടി വെയിറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അധികം ദൂരം എനിക്ക് ഓടിക്കാൻ കിട്ടിയില്ല. ഞാൻ ഓടിച്ച് വെച്ചിട്ട് എനിക്ക് എന്താ പറയുക, പ്ലാറ്റിനയാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയത്. പ്ലാറ്റിന 100-ന് ഞാൻ വീഡിയോയിൽ മൈലേജ് 70 പറഞ്ഞായിരുന്നു. 70-75 ഇപ്പോൾ 90 കിലോമീറ്റർ ഒക്കെ കിട്ടുന്നെന്ന് പറയുന്നുണ്ട്. നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ഞാനത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പുള്ളി ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് 90 കിട്ടുന്നുണ്ട്. 40 to 50 റേഞ്ചിനുള്ള ഓടിച്ചാൽ 90 കിലോമീറ്റർ പെർ ലിറ്റർ, 1 ലിറ്ററിന് 90 കിലോമീറ്റർ മൈലേജ് പുള്ളിയുടെ പ്ലാറ്റിന കിട്ടുന്നത് പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. കമന്റ് വന്നെങ്കിൽ ഡിയോ ആണോ ജുപ്പിറ്റർ ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജുപ്പിറ്ററിന്റെ ഏത് വണ്ടിയാണെന്ന് പറയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഡിയോ 110 നൈസാണ്. ജുപ്പിറ്ററിന് 110 ഉണ്ട്, 125 ഉണ്ട്. 110 കാണാൻ നല്ല ഭംഗിയൊക്കെയാണ്, പക്ഷെ എന്നാലും ഓടിച്ചിട്ട് അത്ര എനിക്ക് തോന്നിയില്ല. ഇത്തിരി പിക്കപ്പ് കുറവായിട്ട് എനിക്ക് തോന്നിയത്. കമ്പാരിറ്റീവ്ലി ഡിയോ ആണ് ഓടിക്കാൻ കുറച്ചുകൂടി രസം. പക്ഷെ ആ സമയം 125 എടുക്കുകയാണെങ്കിൽ 125 ജെറ്റ് വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. 125 ജുപ്പിറ്ററും ഡിയോ 110 നോക്കുകയാണെങ്കിൽ 125 ജുപ്പിറ്റർ എടുക്കാനേ പറയുള്ളൂ. വേറെന്താ, വേറെ ഹോണ്ട യൂണിക്കോൺ 160 2025 മോഡൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോന്ന്. ഇതിന് മുന്നത്തെ മോഡലിൽ മറ്റേ ഇതൊക്കെ പറഞ്ഞതാണ് ആൾക്കാർ, ഗിയർ വീൽ സ്റ്റക്ക് ആവണം, ഗിയർ ഇടാൻ പ്രോബ്ലം, പിന്നെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊന്നും. ഞാനിപ്പോൾ 2025 പുതിയ വണ്ടി ഫുൾ LED ലൈറ്റും ഡിജിറ്റൽ മീറ്റർ വന്ന വണ്ടി ലോഞ്ച് ആയപ്പോൾ ഞാൻ ഷോറൂമിൽ നിന്ന് വീഡിയോ എടുത്തിട്ടിരുന്നു ഈ വർഷം തുടക്കത്തിൽ. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാം റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ക്ലിയർ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നോക്കിയിട്ട് ധൈര്യം പോലെ എടുക്കാം. അതിൻ്റെ ഹീറോൻ്റെ സൂമും ഡിയോവും മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണും വെച്ചാൽ ജിതിൻ മംഗലത്ത് വീഡിയോ ഫുള്ള് കാണുന്നത്, എന്നാലും അത് അറിയാൻ പറ്റും. കമ്പാരിസൺ വീഡിയോ ആണെങ്കിൽ മൈലേജ് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. ആക്സസിൻ്റെ ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാർ പറഞ്ഞു. ആക്സസ് അടിപൊളി വണ്ടിയാണ്, നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള വണ്ടിയാണ്, മൈലേജ് കിട്ടും, നല്ല പവറാണ് ഓടിക്കാൻ, അടിപൊളി വണ്ടിയാണ്. പക്ഷേ ഈ ആൾക്കാർക്ക് ഇത്ര കംപ്ലൈൻറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പുതിയ ആക്സസ് ആണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡറാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് 25 കുറച്ചുകൂടി മാറ്റങ്ങളെന്നുള്ള വണ്ടി വന്നിട്ടുണ്ട്. 24 വണ്ടി കിട്ടിയിട്ടാണ്, 25 അതിനേക്കാൾ സൂപ്പറായിട്ടുള്ള വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല, ഞാൻ കിട്ടി പറഞ്ഞ വീഡിയോ ഇടാം. ആക്സസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യാം. പിന്നെ സർവീസ് കമ്പനി പറയുന്ന ഇൻ്റർവെല്ലിൽ ഇത്ര കിലോമീറ്റർ പറയുമ്പോൾ കൊണ്ടുപോയി സർവീസ് ചെയ്യാം. എന്നാലേ വണ്ടി കറക്റ്റായിട്ട് റെഡി ആയി കിട്ടുള്ളൂ. അല്ലാണ്ട് തോന്നുമ്പോൾ കൊണ്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ സെൻസറുള്ള വണ്ടിയാണ്, വണ്ടി കട്ടപ്പുറത്ത് ഇരിക്കേണ്ടി വരും. കറക്റ്റ് സർവീസ് ആണെങ്കിൽ പ്രശ്നമൊന്നും വരില്ല. ഒരുപാട് ആളുകൾ ഇപ്പോഴും പുതിയ എടുക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ആക്ടിവ 6G or ആക്സസ് 125 ബ്ലൂടൂത്ത് എഡിഷൻ വിച്ച് ഈസ് ഗുഡ് ടു ടേക്ക്. ഫീച്ചർ വൈസ് ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആക്ടിവനേക്കാളും ബെറ്റർ ആക്സസ് 125 ആയിരിക്കും. പക്ഷേ ഡ്യൂറബിലിറ്റി, റീസെയിൽ വാല്യൂ, സർവീസ് കോസ്റ്റ് ലെസ് ഒക്കെ ആണെങ്കിൽ ആക്ടിവ 6G. 2025 ഹോണ്ട CB350 ഹൈനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തോൽവി വണ്ടിയാണ്. അവർ ബുള്ളറ്റ്, ഈ ഹോണ്ടക്കാർ ബുള്ളറ്റിനെ പിടിക്കാൻ വേണ്ടി ഇറക്കിയതാണ്. എന്നാൽ ബുള്ളറ്റിൻ്റെ അത്ര ആയില്ല, എന്താ പറയുക, ഇറക്കിയ കാശ് പോയെന്നും പറയില്ല. ആ ഒരു പരിപാടിയാണ് ഹൈനസ് 350 എൻ്റെ അഭിപ്രായത്തിൽ. എന്നാൽ ബുള്ളറ്റ് ഓടിക്കുന്ന സുഖമൊന്നും ഇല്ല വണ്ടിക്ക്. എന്നാൽ കാണാൻ ബുള്ളറ്റിൻ്റെ ഫീലുണ്ട്, ഹോണ്ടോട്ട് ബാഡ്ജിങ് ഉണ്ട്. സംഗതി വണ്ടി ഫ്ലോപ്പാണ്. സ്വിഗ്ഗി ഓടാൻ പറ്റിയ സ്കൂട്ടർ ഏതാണ്? സ്വിഗ്ഗി ഓടാനായിട്ട് പറ്റിയ സ്കൂട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്വിഗ്ഗി ഓടാനായിട്ട് കൂടുതൽ ആളുകൾ എടുക്കുന്ന മറ്റ് ഇലക്ട്രിക്കാണ്. ഏതല്ല ഓലയുടെ വണ്ടികൾ കുറേ ആളുകൾ എടുത്ത് വിടുന്നുണ്ട്. ഡിയോ ഓടുന്നുണ്ട്, ജുപ്പിറ്ററൊക്കെ ഇട്ട് ഓടുന്ന ആൾക്കാരുണ്ട് അവിടെ. ഓക്കെ, പിന്നെ കുറേ വീഡിയോസിൽ ഞാൻ മണ്ടത്തരം പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്ത് തിരുത്തുന്നുണ്ട്. അങ്ങനെ ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളിതെല്ലാം ഒരു വായിച്ച് പഠിച്ചിട്ടൊക്കെ ഇരിക്കും ചെയ്യണം, പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. പിന്നെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ട് എൻ്റെ ഭാഗത്ത്. നിങ്ങളത് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്, അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിനായിട്ട് വന്ന കമൻറ്റുകൾ. അപ്പോൾ എല്ലാ കമൻറ്റിനെയും എന്താ പറയുക, ഞാൻ റിപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.